അനാസ്ഥയുടെ നേർസാക്ഷ്യമായി കാസർഗോഡ് ബദിയടുക്കയിലെ ഇൻഡോർ സ്റ്റേഡിയം 26 ലക്ഷം രൂപ ചെലവിട്ട് നിർമ്മിച്ച സ്റ്റേഡിയം വർഷങ്ങളായിട്ടും പ്രവർത്തനക്ഷമമായിട്ടില്ല. കാസർഗോഡിന്റെ കായിക രംഗത്തിന്റെ വികസനത്തിനായി പ്രദേശത്ത് നിർമ്മിച്ച സ്റ്റേഡിയം ഇപ്പോഴും സർക്കാരിന്റെ നൂലാമാലകളിൽ കുരുങ്ങിക്കിടക്കുകയാണ്. അർച്ചനയുടെ റിപ്പോർട്ട്. സുജയ, കഴിഞ്ഞ 15 വർഷമായി കാട് മൂടിക്കിടക്കുന്ന ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിലാണ് നമ്മളിപ്പോൾ ഉള്ളത്. ഈ ദൃശ്യങ്ങളിൽ കാണുമ്പോൾ തന്നെ ഫുൾ കാട് മൂടിക്കിടക്കുന്ന ഒരു പ്രദേശമാണ് ഈ കാണുന്നതെല്ലാം. ബദിയടുക്കയിലാണ് ഈ ഒരു ഇൻഡോർ സ്റ്റേഡിയം ഉള്ളതും. കഴിഞ്ഞ 15 വർഷമായി ഇതിൻ്റെ അവസ്ഥ ഇതെല്ലാമാണ്. നമ്മളിതിൻ്റെ ഉള്ളിലേക്ക് കയറുന്ന സമയത്ത് ഫുൾ ചപ്പുചവറുകളാൽ മൂടപ്പെട്ടതാണ് ഈ ഒരു ഇൻഡോർ സ്റ്റേഡിയം എന്ന് പറയുന്നത്. പണി പൂർത്തീകരിച്ചിട്ടില്ല എന്നുള്ളതാണ്. നമ്മുടെ കൂടെ ഇപ്പോൾ കുറച്ച് പ്രദേശവാസികളെല്ലാം നമ്മുടെ കൂടെ ചേരുന്നുണ്ട്. ചേട്ടാ, ഏകദേശം 15 കൊല്ലമായി ഇതിൻ്റെ അവസ്ഥ ഇതൊക്കെ തന്നെയാണ്. എന്താണ് നിങ്ങൾ നാട്ടുകാരെന്ന രീതിയിൽ എങ്ങനെയാണ് ഇതിനൊക്കെ കാണുന്നത്? നാട്ടുകാർ ഞങ്ങളുടെ ഈ പഞ്ചായത്തിലെ യുവജനങ്ങളുടെ പ്രതീക്ഷയായിരുന്ന ഒരു പ്രോജക്റ്റായിരുന്നു. ആദ്യ സമയത്ത് ഞങ്ങൾ സ്ഥലം അനുവദിച്ചാൽ ഞങ്ങളതിൽ കെട്ടിടം പണിത് കളിച്ചു കൊള്ളാമെന്ന് പറഞ്ഞു. അതിന് പഞ്ചായത്ത് സമ്മതിച്ചു. അങ്ങനെ പ്രാഥമിക പരിപാടികളൊക്കെ ബെൽറ്റൊക്കെ ഇട്ട് പില്ലറൊക്കെ ഞങ്ങൾ തന്നെ നാട്ടുകാർ കളിക്കാർ തന്നെ ചെയ്തതാണ്. അതിനുശേഷം പിന്നെ ഇത് സർക്കാരിൻ്റെ യുവജനക്ഷേമ ഫണ്ട് കൊണ്ട് ചെയ്യാമെന്ന് പറഞ്ഞു. സർക്കാർ ഫണ്ട് അനുവദിച്ചു. പണി അങ്ങനെ നീണ്ടു. പിന്നെ പലതരം അഭിപ്രായ വ്യത്യാസങ്ങളൊക്കെ വന്ന് നീണ്ടു പോവുകയാണ് ചെയ്തത്. ആ സമയങ്ങളിലൊക്കെ ഞങ്ങൾ പഞ്ചായത്തിലെ സമയാസമയങ്ങളിൽ പോവുകയും അന്വേഷിക്കുകയൊക്കെ ചെയ്തു. പക്ഷേ പണി പൂർത്തീകരിക്കാൻ സാധിച്ചിട്ടില്ല. ഇപ്പം കാരണം എന്ന് പറയുന്നത് ആദ്യഘട്ടത്തിൽ ഇത് പണിയിലൊരു ചെറിയ വീഴ്ച വന്നു. ഒരു വിജിലൻസ് എൻക്വയറി വന്നിരുന്നു. കേസ് വന്നിരുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. എൻക്വയറി വന്നിരുന്നു. എൻക്വയറി വന്നിട്ട് അത് വിജിലൻസ് കേസാണെന്ന് തെറ്റിദ്ധരിച്ച് പിന്നെ വർക്ക് മുമ്പോട്ട് പോയില്ല. ടെൻഡർ എടുക്കാൻ ആരും തയ്യാറായുമില്ല. അതിനുശേഷം അതൊക്കെ മാറിയതിന് ശേഷം വീണ്ടും ഇപ്പം 3-4 വർഷമായിട്ട് ഏകദേശം കോർട്ടിൻ്റെയും ഇലക്ട്രിഫിക്കേഷൻ്റെയും ഫണ്ട് അനുവദിച്ചിട്ടും ടെൻഡർ എടുക്കാൻ ആരും ആൾക്കാരില്ല. ആ സാഹചര്യത്തിൽ നീണ്ടു പോവുകയാണ്. ഇത് ഞങ്ങൾക്ക് മാത്രമല്ല, ചുറ്റുപാടുള്ള എല്ലാ പഞ്ചായത്തുകളിലും ഇതുപോലെ ഇത്രയും വിശാലമായ മനോഹരമായ ഇൻഡോർ കോർട്ട് അടുത്ത വട്ടത്തിൽ എവിടെയുമില്ല. എന്തായാലും ഒരുപാട് കായിക പ്രേമികളടക്കമുള്ള ജില്ലയാണ് നമ്മുടെ കാസർഗോഡ് ജില്ല എന്ന് പറയുന്നത്. അത്തരത്തിൽ കാസർഗോഡ് ജില്ലയിലാണ് ഇത്തരത്തിലൊരു ഇൻഡോർ സ്റ്റേഡിയം ഇങ്ങനെ കിടക്കുന്നത്. ഇത് ബദിയടുക്ക ഗ്രാമപഞ്ചായത്തിൽ ഏകദേശം 12-13 വർഷത്തോളമായി പണിത്. ഇനി കുറച്ചു വർക്ക് മാത്രമാണ് ഇത് ചെയ്യാൻ ബാക്കിയുള്ളത്. നിരവധി പ്രാവശ്യമാണ് ഈ പഞ്ചായത്തിൽ കയറി ഇറങ്ങിയത്. ഇവിടുത്തെ ക്ലബ്ബ് ഭാരവാഹികളും യുവാക്കളും ഇതുവരെ അവർ തിരിഞ്ഞു നോക്കിയില്ല. ഇത് ഇപ്പോൾ പഞ്ചായത്തിൻ്റെ ഒരു ഗോഡാമാക്കി മാറ്റിയിരിക്കുകയാണ്. പഞ്ചായത്തിൽ ഏതെങ്കിലും കട്ടിൽ വിതരണം, ഇതുപോലെ ടാങ്ക് വിതരണം ഇത് ഇവിടെ വന്നാൽ ഇവിടെ ഗോഡാമാക്കി മാറ്റിയിരിക്കുന്ന ഒരവസ്ഥയാണ്. എന്തായാലും ഏകദേശം 25 ലക്ഷത്തോളം ഉണ്ടാക്കിയെടുത്ത നിർമ്മാണ ചെലവാണ് ഈ ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിന് എന്നുള്ളതാണ്. ഇപ്പോഴും കാട് മൂടി കിടക്കുന്നു. കഴിഞ്ഞ 15 വർഷം അതിൻ്റെ അവസ്ഥ ഇതെല്ലാമാണ്. ഫുൾ നമുക്ക് കാണാം ചപ്പുചവറുകളാൽ മൂടപ്പെട്ട് കിടക്കുന്ന ഒരു ഇൻഡോർ സ്റ്റേഡിയമായി മാറിയിരിക്കുന്നു. ഒരുപാട് ഈ നാട്ടിലുള്ള ഒരുപാട് യുവാക്കൾക്ക് അതുപോലുള്ള ആളുകൾക്കെല്ലാം ഉപയോഗപ്രദമാവേണ്ട ഒരു ഇൻഡോർ സ്റ്റേഡിയത്തിൻ്റെ കാഴ്ചയാണ് നമ്മൾ ഈ കാണുന്നതെല്ലാം. എന്തായാലും സർക്കാർ ഇതെല്ലാം കാണുന്നില്ലേ എന്നുള്ളതാണ് നമുക്കിപ്പോൾ ഈ ഒരു നിമിഷത്തിൽ ചോദിക്കാനുള്ളത്. വീഡിയോ ജേർണലിസ്റ്റ് രഞ്ജിത്ത് മണിപ്പാടിക്കൊപ്പം റിപ്പോർട്ടർ അർച്ചന രവീന്ദ്രൻ, ഇൻ റിപ്പോർട്ടർ, കാസർഗോഡ്.